Hi guys and welcome to Pescapic Safety Series. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് Hyundai Venue, അതായത് ഹ്യുണ്ടൈയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സബ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിയുടെ ഒരു ആക്സിഡന്റ് ആണ്. അതിനു മുമ്പ് ഈ ഒരു ആക്സിഡന്റ് ഞാൻ ഇവിടുന്ന് കോപ്പി അടിച്ച് ചെയ്തതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഞാനും ഇത് എടുത്തിരിക്കുന്നത്. ഇനി പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആക്സിഡന്റിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അതുകൊണ്ട് പരിമിതമായ ഇൻഫർമേഷൻസ് ഈ ഒരു ആക്സിഡന്റിനെ കുറിച്ച് അവൈലബിൾ ആയിരിക്കുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് വെച്ച് തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു ആക്സിഡൻറ്റിലേക്ക് വരുമ്പോൾ Hyundai Venue ആണ് ഇവിടെ ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. വണ്ടിയിൽ ഒരുപാട് ഡാമേജസ് വന്നിട്ടുണ്ട്. ഡാമേജസ് മാത്രമല്ല, ഇൻറ്റീരിയർ ക്യാബിൻ ഇൻഡാക്ട്നെസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിലും എല്ലാം പോക്കാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെന്നും കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് എന്തോ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഈ ഒരു വാഹനത്തിൻ്റെ റൂഫിലേക്ക് വന്ന് വീണതാണെന്നും. അതുകൊണ്ട് തന്നെ ഡാമേജസ് ഒരുപാടുണ്ട്. പുറകിലാണെങ്കിലും ഫ്രണ്ടിൽ ഡാമേജ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് പുറകിൽ ഒരുപാട് ഡാമേജസ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പുറകിലത്തെ സീറ്റിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ആരെങ്കിലും ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ഒരുപാട് ഡാമേജസ് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാബിനിൽ വന്നിട്ടുണ്ട്. റെയർ സീറ്റ്സിലാണെങ്കിൽ ഹെഡ് റെസ്റ്റ് വരെ ഡാമേജസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തോരാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അല്ലെങ്കിൽ ക്യാബിൻ ഇൻഡാക്ട്നെസ്സിൻ്റെ കാര്യം. ഇവിടെ ഈ വെന്യൂവിൻ്റെ ക്യാബിൻ ഇൻഡാക്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ സീ പില്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് വീക്കാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു ആക്സിഡൻ്റ് ആണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആക്ച്വലി കുറച്ച് കാലം മുമ്പ് മേ ബി അറൗണ്ട് 2 years ബാക്ക് നടന്നൊരു ആക്സിഡൻ്റ് ആണ്. നെക്സോണിൻ്റെ ഒരു ആക്സിഡൻ്റ് ആണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ വൈറലായ ഒരു ആക്സിഡൻറ്റ് കൂടിയാണിത്. നെക്സോണിൻ്റെ ടോപ്പിലേക്ക് അത്യാവശ്യം ഒരു മഴയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. നെക്സോണിൻ്റെ ടോപ്പിലേക്ക് ഒരു ഇലക്ട്രിക് പോൾ വന്ന് വീഴുന്നതായിരുന്നു ആ ആക്സിഡൻറ്റ്. പക്ഷേ ആ ഒരു പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റൂഫിലേക്ക് വന്ന് വീണെങ്കിലും നെക്സോണിൻ്റെ അകത്തിരുന്ന പാസഞ്ചേഴ്സിന് സക്സസ്ഫുള്ളി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു. അതായത് ക്യാബിൻ ഇൻടാക്റ്റ് ആയിരുന്നു എന്നും അകത്തെ പാസഞ്ചേഴ്സിന് വേണ്ട പരിക്കുകളൊന്നും വന്നില്ല എന്നുമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ അതല്ല അവസ്ഥ. പുറകിലത്തെ സീ പില്ലേഴ്സ് ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്ന് വീണിരിക്കുന്നത്. എന്താണ് വീണിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. ബട്ട് എന്നാണെങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് വന്ന് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡാമേജസ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. സോ ഒരു സൈഡിൽ ഒരു 5 star സേഫ്റ്റി റേറ്റഡ് കാർ അതിൻ്റെ അകത്തിരുന്ന പാസഞ്ചേഴ്സിനെ ഒരു ഇലക്ട്രിക് പോൾ അതിൻ്റെ റൂഫിലേക്ക് വന്ന് വീണിട്ടും രക്ഷപ്പെടുത്തുമ്പോൾ മറ്റേ സൈഡിൽ Hyundai Venue, അതായത് ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു കോമ്പാക്ട് SUV ഈ ഒരു ആക്സിഡൻറ്റിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ ncap ക്രാഷ് ടെസ്റ്റുകളൊന്നും നടന്നിട്ടില്ല. ഈവൻ ഹ്യുണ്ടൈയുടെ വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിലും അധികം Hyundai Cars ഒന്നും ഇന്ത്യയിൽ ഗ്ലോബൽ ncap ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്തിരിക്കുന്നതിൽ ഇയോൺ ഫെയിലാണ്. ഇനി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണെങ്കിലും വെറും 2 star റേറ്റഡ് കാറാണ്. ഓവറോൾ നോക്കുമ്പോൾ Hyundai വാഹനങ്ങളുടെ സേഫ്റ്റി അത്ര അപ് ടു മാർക്ക് അല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ആക്ച്വലി Hyundai ആണ് ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് കമ്പനി. മാരുതി സുസുക്കിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനി Hyundai ആണ്. ഇത്രയും നല്ല ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ മികച്ച സേഫ്റ്റിയുള്ള കാറുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും Hyundai അവരുടെ സേഫ്റ്റി ആസ്പെക്ട്സിൽ വരുത്തിയേ പറ്റൂ. ഈവൻ സെൽട്ടോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും സെൽട്ടോസ് ഒരു 3 star റേറ്റഡ് കാറായിരുന്നു ഗ്ലോബൽ ncap ക്രാഷ് ടെസ്റ്റിൽ. അതും 8.03 പോയിൻറ്റ്സ് ആയിരുന്നു ആ ഒരു വാഹനത്തിന് ലഭിച്ചത്. അത് 8ൽ താഴെ പോയിരുന്നെങ്കിൽ, അതായത് വെറും 0.3 പോയിൻറ്റ്സ് ആ ഒരു വാഹനത്തിന് 0.03 ആണ്. 0.03 പോയിൻറ്റ്സ് സെൽട്ടോസിന് കുറവായിരുന്നെങ്കിൽ വെറും 2 star റേറ്റഡ് കാറായി പോയനെ. ഇനി സെൽട്ടോസിൻ്റെയും ക്രെറ്റയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആക്ച്വലി റിപ്പോർട്ട്സ് കാണിക്കുന്നത് സെൽട്ടോസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഷീറ്റ്സ് കുറച്ചും കൂടെ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ മെറ്റൽ ഷീറ്റ്സ് ആണ് എന്നാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റിംഗ് എനിക്ക് ഓർമ്മയില്ല, സോറി. ഞാൻ ആക്ച്വലി ഒരു റിപ്പോർട്ട് വായിച്ചതാണ്. അതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് ക്രെറ്റയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഷീറ്റ്സ് സെൽട്ടോസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഷീറ്റ്സിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞതാണ് എന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഗ്ലോബൽ ncap ക്രെറ്റയുടെ ക്രാഷ് ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു 0.03 പോയിൻറ്റ്സ് അതിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഇന്ത്യയിൽ ഇത്രയും സെയിൽസ് ഉള്ള ഒരു കമ്പനി എന്തായാലും കുറച്ചും കൂടി സേഫ്റ്റി ഉള്ള കാറുകൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കേസല്ല പറയുന്നത്. Hyundai കാറുകളുടെ ബിൽഡ് ക്വാളിറ്റി ആക്ച്വലി കുറച്ച് നല്ലതാണ്. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും രണ്ട് വ്യത്യസ്തമായ ആസ്പെക്ട്സ് ആണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ ക്വാളിറ്റി ഒക്കെയാണ്. അല്ലെങ്കിൽ പാനൽ ഗ്യാപ്സ്, ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു വാഹനത്തിന് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ എത്രമാത്രം സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും എന്ന കാര്യമാണ്. ഇതിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ Hyundai കാറുകൾ ഓക്കെയാണ്. ബട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓക്കെ അല്ല. ഈ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ബോഡി വെയിറ്റ് ഒക്കെ വരും കേട്ടോ. ബോഡി വെയിറ്റ് വെച്ച് നമ്മളിനി സേഫ്റ്റി അളക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് മോഡൽ മുതൽ തന്നെ ഒരുപാട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ലോഡഡായിട്ട് വരുന്ന കാറുകളാണ് ഹ്യുണ്ടൈയുടെയും കിയയുടെയും.
പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെയല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരുടെ വാഹനങ്ങൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ബേസ് മോഡലുകളിൽ അല്ലെങ്കിൽ ഈവൻ മിഡ് വേരിയൻസിലാണെങ്കിലും ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും അധികം അവൈലബിൾ അല്ല. എക്സെപ്റ്റ് ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD ആൻഡ് സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷനേഴ്സ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സ് മാത്രമാണ് ഹ്യുണ്ടായിലും കിയ കാറുകളിലും ബേസ് മോഡലുകളിലും മിഡ് വേരിയൻറ്റുകളിലും അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി ഇവരുടെ ഗ്ലോബൽ സ്പെക് പ്രൊഡക്ട്സിലെ ബേസ് മോഡൽ മുതൽ തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഗ്ലോബൽ സ്പെക്, അതായത് ഓസ്ട്രേലിയൻ ncapൽ ക്രാഷ് ടെസ്റ്റ് ചെയ്ത വെന്യൂവിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. ആൻഡ് യെസ്, സെൽട്ടോസിലും ഗ്ലോബൽ ലെവൽ മോഡലിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയതായിരുന്നു. പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് ഈ ഒരു സേഫ്റ്റി വളരെ മോശമാണ്. ആക്ച്വലി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ അവർ ഓഫർ ചെയ്യുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെ കുറവാണ്, അതാണ് പ്രോബ്ലം. സോ ഹ്യുണ്ടയുടെ സേഫ്റ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ബെസ്കാപിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെസ്കാപിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമാവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.